ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ തിരൂർ കേന്ദ്രങ്ങളിലെ കിൻഡർ ഗാർട്ടൻ കുട്ടികളുടെ ബിരുദദാന ചടങ്ങ് ലാലോറിയ 2024 വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. LKG വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. പൊന്നാനി ഭാരതീയ വിദ്യാഭവൻ വികാസ് വിദ്യാലയ പ്രിൻസിപ്പൽ ശ്രീമതി സുലേഖ MA മുഖ്യാതിഥിയായിരുന്നു. ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ കേന്ദ്ര ഡയറക്ടർ ശ്രീമതി നിർമ്മല ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീമതി സജ്ജന KK സ്വാഗതം പറഞ്ഞു. ശ്രീമതി സുലേഖ MA ഭദ്രദീപം കൊളുത്തി ലാലോറിയ 2024 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഭാവിയുടെ വാഗ്ദാനങ്ങളായ പിഞ്ചോമനകളെ മിടുക്കരായി വളരാൻ പ്രചോദനമാകുന്നതായിരുന്നു മുഖ്യാതിഥിയുടെ വാക്കുകൾ. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു മേനോൻ, ഹെഡ്മിസ്ട്രസ് ശ്രീമതി ശ്രീലത എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് UKG വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി ആദരിച്ചു. വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിന് ശേഷം എല്ലാ ബിരുദധാരികളുടെ മറുമൊഴിയും ശ്രദ്ധേയമായി. ശേഷം പാഠ്യേതര മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. മലപ്പുറം സഹോദയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, MSAT, അഖില കേരള ഭവൻസ് സ്കോളർഷിപ്പ് എന്നീ പരീക്ഷകളിൽ റാങ്ക് നേടിയവരെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കേരള ഓപ്പൺ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു. 2023-24 അധ്യയന വർഷത്തിലെ വിവിധ കായിക മത്സരങ്ങളിൽ ഉജ്ജ്വല വിജയം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ വിദ്യാലയത്തിലെ കായിക അധ്യാപകർ ശ്രീമതി നിതിൻ മുഖ്യാതിഥിയിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങി. UKG വിദ്യാർത്ഥികളുടെ നന്ദി പ്രകടന നൃത്തത്തിനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള വേദിക്ക് കൂടി അവസരമൊരുക്കി ലാലോറിയ 2024 സമാപനമായി.
UKG students. We have started this program only last year. We started this only last year, and then we continued this year too. But I think with the implementation of NEP, this program will lose its significance. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ തലമുറ കടന്നു പോകുന്നത് നമുക്കറിയാം. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സമൂഹത്തിൽ. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നല്ലതും ചീത്തതുമായ മാറ്റങ്ങൾ. അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രീതിയിലും ഇപ്പം മാം പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികളുടെ എത്ര കണ്ട് മാർക്ക് വാങ്ങുന്നു എന്നതിലല്ല, ഫുൾ A1 വാങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല, മറ്റ് കഴിവുകളെയും അവിടെ അസസ് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള രീതികളാണ് ഇനി വരും കാലങ്ങളിൽ നമുക്ക് വരാൻ പോകുന്നത്. LKG ആദ്യമായി സ്കൂളിലേക്ക് വന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അന്ന് നിങ്ങൾ കരഞ്ഞിട്ടില്ലേ? മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@asiana